സണ്ണി ലിയോണൊക്കെ സണ്ണി ലിയോണിന്റെ പാട്ടിലൊക്കെ മൂവി തന്നെ സണ്ണി ലിയോണിന്റെ കൂടെയൊക്കെ അഭിനയിച്ചില്ലേ പാട്ട് രോമാഞ്ചാണോ? രോമാഞ്ചല്ല, നമ്മൾ സിനിമയിലല്ലേ അവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ ഏത് സിനിമയാ കണ്ടേ? അത് ജാടയോ ഒന്നുമില്ല, എന്നെ പോലത്തെ ഒരു പുതുമുഖം. ഞാനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ഇത്ര അടുത്ത് വന്നു എന്റെ മുഖത്ത് ഇവിടുന്നൊക്കെ അല്ലേ സണ്ണി ലിയോണോ? കാരണം അവർക്ക് സംഭവം, അവർക്ക് ഈ പണി ഇങ്ങനെ അവർക്ക് പോണ്ടേ. എന്നെ കൂളൊക്കെ ഞാനാണ് ഇവര് പാസ്സാകാത്ത ഒരാളെന്തായാലും ഗൾഫിൽ പോകില്ല എന്ന് അവർക്ക് ആദ്യം അറിയായിരുന്നു. അവരുടെ കോൺസെപ്റ്റ് അതാണല്ലോ, തമാശ പറഞ്ഞാണെങ്കിൽ. പക്ഷെ എനിക്ക് ഗൾഫിൽ പോകാതെ ഏറ്റവും വലിയ കാരണം ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പോവാതെ. ഗൾഫിൽ ശരിയായിരുന്നു, എന്തോ കൂട്ടിയിട്ടില്ലേ, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കളിക്കുന്ന പോലെ പേടിയാ. ഒന്നുമില്ല, ഒരു പരിപാടിക്കും ആരാധികരാന്ന് പറഞ്ഞാൽ ആരാധിച്ചോ? അയ്യോ എനിക്ക് വേണ്ട മക്കളെ, ഇങ്ങനത്തെ ഒരു പരിപാടി വേണ്ട എനിക്ക്. ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചല്ലേ, നമ്മളുടെ ഒരു ഫെയിമോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ കേൾക്കണ്ടേ ഞാൻ ഇപ്പൊ കേൾക്കാറില്ല. ഞാൻ വിഷമം പറയാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കാറില്ല. അങ്ങനെയുള്ള ഇപ്പം ഇവിടുന്ന് ഇപ്പൊ ഒരു വിഷമം പറഞ്ഞോ ഞാൻ കേൾക്കാം. പക്ഷെ ഞാൻ വിഷമം പറയാൻ വേണ്ടി ഒരു ടൈമും ഡേറ്റും കൊടുത്ത് ഞാൻ പോയി കാണാറില്ല. എന്ന് പറഞ്ഞിട്ട് ഇല്ല, എന്തിനാ ഞാൻ വിഷമം കേട്ട് എന്ത് ചെയ്യാൻ? മോട്ടിവേഷണൽ സ്പീക്കർ അല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആഴ്ചക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും, അതിനുള്ളതൊക്കെ കേട്ടോളാ. അത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. നാളെ പറയും അത് ചെയ്തു ഇത് ചെയ്തു പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനുഭവിക്കണ്ടേ? എനിക്ക് വയ്യ, ഇനി അതും കൂടിയേ കിട്ടാൻ ബാക്കിയുള്ളൂ. ബിസിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടം പറശ്ശിനിക്കട പോയിരിക്കാനാ. നമ്മളെ മുത്തപ്പനുണ്ടല്ലോ, ജാതി മത രാഷ്ട്രീയങ്ങളില്ലേ, എന്താ പറയാ, ഡോഗ് ഒരു അമ്പലത്തിന്റെ ഉള്ളിലുള്ളത് ആകെ നമ്മുടെ മുത്തപ്പന്റെ അവിടെയേ ഉള്ളൂ. ചായയും പിന്നെ അവിടെ ഹോട്ടലിൽ ബിരിയാണിയും കിട്ടും. പുറത്ത് മറ്റുള്ള അമ്പലങ്ങളില് നോൺ വെജ് നിരോധന മേഖലയല്ലേ, ഇവിടെ നോൺ വെജും കഴിക്കാറുണ്ട്. കാരണം അവരൊക്കെ ആയിരുന്നു പ്രൊമോഷൻ ചെയ്തത്. സണ്ണി ലിയോണിന്റെ പേജിലൊക്കെ ഇപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കൂടി പോകുമ്പോ എന്റെ കൈ പിടിച്ചിട്ട് കുറെ ആൾക്കാർ കൈ ഒന്ന് തരുമോ? സണ്ണി ലിയോണിനെ നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ട് അവരെ ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ഷാജുൻ കരിയൽ സാറിന്റെ മൃദുഭാഗം, സോറി 2014 അല്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയത്. അപ്പൊ അങ്ങനെ ഇഷ്ടല്ല. വെറുതെയൊക്കെ ആൾക്കാരെ വെറുക്കുന്നവരുണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ. അങ്ങനത്തെ ഒരു വീടും ഉണ്ട്, നല്ല കിളിക്കൂട് പോലത്തെ ഒരു വീടുമാണ്. അതിന് പേര് സൺ ഹോം എന്ന് പേര് വിട്ടു. സൺ ഹോം എല്ലാം സണ്ണാണ്, സൂരജ് സണ്ണുള്ള 2 സൂര്യനുണ്ട്. അതെ, ഞാനായിട്ട് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബ്രാൻഡ് ചെയ്താണ് സൂരജ് സൺ. കാരണം എനിക്ക് ഞാനൊരു വണ്ടി, ഞാനിപ്പോ ഒരു